ഹായ് ഹലോടാ. അപ്പോൾ ഇല്ലേ ഞാൻ കുറേ ദിവസമായി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട്, അതും ക്രാഫ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ജേർണൽ തന്നെ ഇടാമെന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട് റിതം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കത്തിരി എടുത്തു. പിന്നെ അല്ലേ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അവൾക്ക് ലോട്ട് ഞാൻ എടുത്തിട്ട് അവിടെ വെച്ചെടുത്തു. അവൾ എടുക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൾ താൻറ്റൻറ്റി ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ റെക്കോർഡാണ് ചെയ്തത്, കാരണം ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇറ്റ് ഈസ് ഫസ്റ്റ് റൊമൻ ഷീസ് സേയിങ്. ഞാൻ പിന്നെ ഇല്ലേ പുറത്ത് നിന്നിട്ടാണ് ആക്കുന്നുള്ളത്. അതാണ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ, അതും ബാക്ക് സൈഡ്. അപ്പോൾ ഇതാ ക്രാഫ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കളർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിലത്ത് ഞാൻ കുറച്ച് 4 പേപ്പേഴ്സ് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലത്ത് ഞാൻ ഒരു ബ്രൗൺ ആയിരുന്നു എടുത്തത്, കാരണം എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. നോക്കണ്ട, ഇത് നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ടാണ് ഇതുപോലെ. ആൾക്കില്ലേ വീഡിയോ എടുക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു, കാരണം വേറെ ഒന്നല്ല, അവൾ പിടിച്ചേക്കുന്ന തന്നെ നോക്കിയേ. പിന്നെ ഞാൻ അങ്ങോട്ട് മൊബൈൽ വാങ്ങി. അതിനുശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ വെക്കാന്ന് പറഞ്ഞിട്ട്, വേണ്ട ആ സൈഡിൽ വെക്കണ്ട ഈ സൈഡിൽ വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ചിട്ട് ഈ സൈഡിലേക്കേ. പിന്നെ ഇല്ലേ നമ്മൾ ഗമ്മക്ക് എന്തോ ഒരു വശപ്പശക ഉണ്ട്, എന്താണെന്നറിയില്ല. ബട്ട് പിന്നെ ഇല്ലേ ഗൈസ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ ഇഷ്ടമില്ലേ എല്ലാം എൻ്റെ അടുത്ത് പറയണമെന്ന്. പിന്നെ ഇല്ലേ എനിക്കിങ്ങനെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. കണ്ടോ, ഈ ഗമ്മിനൊരു വശപ്പശക്ക എന്തോ ഒരു വൈറ്റ് കളറായിരുന്നു വരുന്നുണ്ടായത്. സാധാരണ വരത്ത നമ്മളെ എന്ത് കളറാ, എന്തോ ഒരു പുറത്തെ കളറാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാണ്. പിന്നെ എൻ്റെ ചാനലിലേക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിൽ ഞാൻ ചെറിയൊരു ക്രാഫ്റ്റ് ചാനലിലേക്കായി പോവും. അപ്പോൾ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്കത് എന്താ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഇഷ്ടമാണോ എന്ന്. ഇതന്നെ സൈഡിലായിട്ട് അതങ്ങോട്ട് അട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ അനിയൻ. കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ എൻ്റെ തന്നെയാണ്. ദിസ് ഇസ് മീ, ദിസ് ഇസ് ക്രാഫ്റ്റ്. എന്താ ഇങ്ങനെ അറിയുന്നല്ലേ സ്ഥലമടി. പിന്നില്ലേ അവൾ അവിടെ ഇരുന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇനിയും വേണമെങ്കിൽ 50 സബ്സ്ക്രൈബ് ആവണം. അപ്പോൾ നിങ്ങൾ ഒരു ക്രാഫ്റ്റ് ചാനൽ തുടങ്ങണമെന്ന് അതിലത്തേക്ക് തന്നെ ഒന്ന് പോകണമെന്നുണ്ട്. അപ്പം ഞാൻ കുറേ ഇടല് എന്താ ഡാൻസ് റിലേറ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെന്തിനാ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് ഇതല്ലേ. ഞാൻ അങ്ങോട്ട് എന്താ പേപ്പർ അപ്പാണ്. അങ്ങനെ പേപ്പറിലേക്ക് ഗമ്മടിച്ച് അവിടെ സൈഡിലേക്ക് അടിച്ചെടുത്തു. ഇത് കുറച്ച് വൃത്തികേടായിട്ട്, അതെൻ്റെ ഗമ്മിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ, സോറി. പിന്നെ ജേർണൽ സെറ്റിന് അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ, 300 സംതിങ്ങേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ കുറേ സാധനം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് അത് മേടിച്ചു. നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. ഇഷ്ടമുള്ളവർക്ക് മേടിക്കുക, ഇഷ്ടമില്ലാത്തവരും മേടിക്കണ്ട. മീഷോയിലായിരിക്കും യഥാർത്ഥമായി.
പിന്നെ നമ്മളൊരു കവായ് സ്റ്റിക്കർ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കവായ് സ്റ്റിക്കേഴ്സ് പേർപ്പിൾ ടീമിൽ ഒരു പേർപ്പിൾ ആയിട്ടുള്ളത് എടുത്തു. കണ്ടല്ലോ, ഒരു പേർപ്പിൾ തന്നെ എടുത്ത്. ഒരു പേർപ്പിൾ ഒരു ക്യാമറ എടുക്കണമെന്നുണ്ടായിരുന്നു. കൺഫ്യൂഷനായി. അതിനുശേഷം ബാഗിലേക്ക് പോയി. പിന്നെ എൻ്റെ ചാനൽ അങ്ങോട്ട് ഹൈലൊന്നും ചെറിയൊരു ചാനൽ പറയാൻ പറ്റുള്ളൂ. എന്താ എനിക്ക് അത്ര ലൈക്സ് ഒക്കെ കിട്ടിച്ചു. കാരണം ഞാൻ കുറേ ഒരു 2024 തുടങ്ങിയതാണ്. ബട്ട് ഞാൻ ഫുൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുക. അത്ര തന്നെയാണ് കേട്ടോ. ഈ സാധനം കാണാൻ വേണ്ട, ബട്ട് എവിടെ ഉണ്ടിക്കലും എനിക്ക് അറിയില്ല. സ്റ്റിക്കർ എവിടെ ഉണ്ടിക്കണം എല്ലാം കൺഫ്യൂഷനായി കേട്ടോ. ഫൈനലി ഒരു സ്ഥലത്ത് ഉണ്ടിച്ചു. പിന്നെ ഫൈനലി ഐ ടുക്ക് ദ ക്യാമറ. ആ സൈഡിലായിട്ട് വെച്ചെടുത്ത് പിന്നെ വീഡിയോ ട്ട് അത് മാർക്ക് ഷേപ്പിലാണ് ഞാൻ ഇപ്പൊ കട്ട് ചെയ്യുന്നുള്ളത്. ഇവൾക്ക് അർജന്റാണ് കളിക്കണം. ഇവിടെ ഒരാൾക്ക് തിരക്കോടെ ആർക്കെല്ലാം പേടിക്കണ്ടേ. അവളുടെ പേര് റിതാന്നാണ് കേട്ടോ. അപ്പൊ ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബോർഡർ ലൈൻ കൊടുത്തു. ഇതുപോലെയാണ് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അത് കറക്റ്റിലേക്ക് ഇതാണ് ഫൈനൽ ബോർഡർ. തിങ്ക് സ്മാർട്ട് റൈറ്റ് സാർ നല്ല വേണ്ടല്ലേ. നമുക്ക് ഒരു ടു ഡു ലിസ്റ്റ് പോലത്തെ, ടു ഡു ലിസ്റ്റ് അല്ല ബട്ട് ഒരു ഇങ്ങനെ എന്തെന്നൊക്കെ ഒരു സാധനം ഇല്ലേ, ആ ഒരു സാധനം ഇവിടെ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ഞങ്ങളെ ബോർഡറിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് നെട്ടടാ അതിനകത്ത് എന്താ മതി. കുറച്ച് റൈറ്റിങ്സ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചതിന് ശേഷം ഒരു റൈറ്റിംഗ് എടുത്തു. പിന്നെ ഈ ക്രാഫ്റ്റ് സാധനങ്ങൾ എല്ലാത്തിൻ്റെ ലിങ്ക് കിട്ടുന്നത് എനിക്ക് കടൽ ക്ലൗഡിനും നീനു ഷാജി അങ്ങനെ കുറേ ബ്രാൻഡ്സിലൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. പക്ഷേ വളരെ വളരെ ക്യൂരിയോസിറ്റി ആൻഡ് ഐ ലൈക്ക് ടു സീ ദം. ഉദ്ദേശിച്ചത് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള. കുറേ മാർക്കറ്റ് പോലെ ആയി അങ്ങനെ ലാസ്റ്റ് ഒന്ന് കണ്ടു. അവിടെ കാര്യമായിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമല്ല ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ റെക്കോർഡാണ് ചെയ്തിട്ടുള്ളത്. ഈ റൈറ്റിങ്സിൻ്റെ ഒക്കെ കുറച്ച് സാധനങ്ങൾ അതാണ്. സീസൺ ഫാത്തിമയുടെ ഫ്രണ്ട്, അത് എൻ്റെ ഫ്രണ്ട് എല്ലാം എടുത്തിട്ട് അടിയിലെടുത്തിട്ടുണ്ട്. ഷിസ, ഫാത്തിമ, റിദ ബെസ്റ്റ് എന്നാണ് ഞാൻ അതിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതാണ് എഴുതിയ ലവ് യു ഫ്രണ്ട്സ്. സോ താങ്ക് യു ഫോർ ബീവിങ് വിത്ത് മീ. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.